UDF ഭരിക്കുന്ന മൂവാറ്റുപുഴ മഞ്ഞള്ളൂർ റൂറൽ സഹകരണ ബാങ്കിലെ തട്ടിപ്പിനെ തുടർന്ന് നഷ്ടമായ തുക ഉത്തരവാദികളിൽ നിന്ന് ഈടാക്കാൻ സഹകരണ വകുപ്പ് ഉത്തരവ്. കോൺഗ്രസ് നേതാക്കളായ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ 20 പേരിൽ നിന്നും നഷ്ടോത്തരവാദിത്ത തുക ഈടാക്കാനാണ് സഹകരണ വകുപ്പ് സർചാർജ് ഉത്തരവ്. സഹകരണ സംഘം എറണാകുളം ജോയിന്റ് രജിസ്ട്രാറാണ് സർചാർജ് ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. UDF ഭരിക്കുന്ന മൂവാറ്റുപുഴ വാഴക്കുളത്തെ മഞ്ഞള്ളൂർ റൂറൽ സഹകരണ ബാങ്കിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. 51 അംഗങ്ങളുടെ പേരിലുള്ള വായ്പയിൽ വലിയ തട്ടിപ്പ് നടന്നതായാണ് സഹകരണ വകുപ്പ് അന്വേഷണത്തിൽ നേരത്തെ കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിലാണ് ക്രമക്കേടുകളിലൂടെ നഷ്ടമായ തുക നഷ്ടോത്തരവാദിത്വമായി ഈടാക്കാൻ സഹകരണ വകുപ്പ് സർചാർജ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സഹകരണ സംഘം എറണാകുളം ജോയിന്റ് രജിസ്ട്രാറാണ് സഹകരണ നിയമം വകുപ്പ് 68(2) പ്രകാരമുള്ള സർചാർജ് ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. 12% തുകയായ 22 കോടിയോളം രൂപ സർചാർജായി 20 പേരിൽ നിന്ന് ഈടാക്കണമെന്നാണ് ഉത്തരവ്. കോൺഗ്രസ് നേതാവും ബാങ്ക് മുൻ പ്രസിഡന്റുമായ പരേതനായ ജോയ് മാളിയേക്കലിൽ നിന്നും 6,43 ലക്ഷത്തിൽ പരം രൂപയും, ഭാര്യ ആനി ജോയിൽ നിന്ന് 2,12 ലക്ഷം രൂപയും, മകൻ പോൾ ജെ മാളിയേക്കലിൽ നിന്ന് 61 ലക്ഷത്തിൽ പരം രൂപയും ഈടാക്കണം. മുൻ ഹോണററി സെക്രട്ടറിയും ഭരണസമിതി അംഗവുമായിരുന്ന ഡൊമിനിക് സക്കറിയ 36 അംഗങ്ങളുടെ പേരിലെടുത്ത വായ്പ ഉൾപ്പെടെ 6 കോടിയിൽ പരം രൂപയും, KS ബോബൻ 1 കോടിയിൽ പരം രൂപയും ബാങ്കിലേക്ക് നൽകാനുള്ളതായും സർചാർജ് ഉത്തരവിൽ പറയുന്നു. മുൻ ഭരണസമിതി അംഗവും ഹോണററി സെക്രട്ടറിയുമായിരുന്ന VM സൈനത്തിൽ നിന്ന് ആകെ 1,96 ലക്ഷം രൂപയും സർചാർജിലൂടെ ഈടാക്കണം. ഗവൺമെന്റിലേക്കുള്ള ഫീസ് അടയ്ക്കാതെ പ്രതിമാസ നിക്ഷേപ പദ്ധതികൾ നടത്തിയതിൻ്റെയും ബിനാമി വായ്പകളുടെയും നഷ്ടോത്തരവാദിത്വം അതാത് കാലയളവിലെ ഭരണസമിതി അംഗങ്ങൾക്കും സെക്രട്ടറിക്കും വിഭജിച്ച് നൽകിയിട്ടുണ്ട്. സർചാർജ് ഉത്തരവ് ലഭിച്ച 1 മാസത്തിനകം ഉത്തരവാദികളായ 20 പേരും തുക ബാങ്കിൽ അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടികളിലൂടെ പണം ഈടാക്കാൻ മൂവാറ്റുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാറെ ചുമതലപ്പെടുത്തിയതായും ജോയിന്റ് രജിസ്ട്രാറുടെ സർചാർജ് ഉത്തരവിലുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.